ഹലോ ഗെയ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ? എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളെല്ലാവരും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കില്ലേ? എനിക്ക് ഞാൻ നല്ലൊരു ചട്നി, നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കിട്ടോ രാവിലെ. അപ്പോൾ ഒന്ന് വീഡിയോ എടുത്തിട്ടാന്ന് വിചാരിച്ചു. അതിക്ക് നല്ലൊരു തക്കാളി ചട്നി ഉണ്ടാക്കിട്ടോ. നല്ലൊരു ടേസ്റ്റാണ് ഈ തക്കാളി ചമ്മന്തി. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു. എൻ്റെ വീഡിയോ ഒന്ന് ഫോളോ ചെയ്യണേ. ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാത്തതൊന്ന് അടിച്ച് പൊട്ടിച്ച് ഇതാക്കണേ. എല്ലാ കൂട്ടുകാർക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും. ഇതല്ല ഉണ്ടാക്കിയിട്ട് നല്ല സോഫ്റ്റാട്ടോ, അടിപൊളി ടേസ്റ്റാണ്. ഞാനേ ഒരു ഇഡ്ഡലിൻ്റെ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. കുക്കറിൽ ഒരൊറ്റ വിസിലാണ് വരുത്തിയപ്പോഴേ 16 ഇഡ്ഡലി ഒരു ഒറ്റ വിസിലുണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിന് ഞാനേ പച്ചരിയൊക്കെ രാവിലെ വെള്ളത്തിലിട്ട് ഉഴുന്നും പച്ചരി ചോറും ഒക്കെ ഇട്ടുങ്ങാണ്ട് ഗ്രൈൻഡറിൽ അരച്ചിട്ടോ. ഗ്രൈൻഡറിൽ അരച്ചാൽ നല്ല നേരവും. നമ്മൾ പണ്ടൊക്കെ ആട്ടില്ലേ അതേപോലെ കരട്ടും. ഗ്രൈൻഡറിൽ തന്നെ അരക്കണം. ഇതിൻ്റെ മാവൊന്ന് വല്ലാതെ ലൂസാക്കിയത് ടൈറ്റാക്കി കൂട്ടിയേക്കണം കേട്ടോ. അങ്ങനെ ഗെയ്സ് ഇതൊക്കെ അരച്ച് നമ്മൾ അരി ഇട്ടിനനുസരിച്ച് ഉഴുന്നും അതിന് പാകത്തിനുള്ള ചോറും ഒക്കെ ഇടണം കേട്ടോ. നമുക്കൊക്കെ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കിയൊക്കെ ശീലം ഉണ്ടാവുമല്ലോ വീട്ടിൽ. എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു വിഭവമുള്ളത്. അപ്പോൾ ഞാനുണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ ഇട്ടു മാത്രം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരുന്നു. അങ്ങനെ സോഫ്റ്റ് ആയപ്പോൾ ഞാൻ വീഡിയോ ഇട്ടതാണ്. ഗ്രൈൻഡറിലൊക്കെ ആട്ടിയിട്ടേ. മിക്സിയിലാട്ടിയാൽ ശരിയാവില്ല കേട്ടോ. മിക്സിയിലാട്ടിയൊക്കെ വെള്ളം വരും. ഇങ്ങനെ നിങ്ങൾ ഗ്രൈൻഡറൊക്കെ ഉണ്ടെങ്കിൽ നാട്ടി നോക്കി. നല്ലൊരു ടേസ്റ്റ് ആട്ടോ. മിക്സിയിലാട്ടിയാലും ശരിയാവുകയും പല ഇത്രയൊക്കെ സോഫ്റ്റ് ആവില്ല കേട്ടോ. അങ്ങനെ ഗെയ്സ് ഗ്രൈൻഡറിലൊക്കെ ആട്ടി. ഗ്രൈൻഡറിലാട്ടിയാൽ മോരെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാക്കാരം. ഗ്രൈൻഡറിലാട്ടിയാലേ മോരെടുക്കണമെങ്കിൽ കുറച്ച് ഗതികേടാക്കാരം. ഇതൊക്കെ എനിക്ക് നേരം. അങ്ങനെ ഗെയ്സ് ഞാൻ വൈകുന്നേരത്തെ ആട്ടി രാവിലെ നോക്കുമ്പോൾ നല്ലോണം നരച്ചു. കുറച്ച് ഈസ്റ്റ് ഇട്ടിരുന്നു കേട്ടോ. ഈ തണുപ്പ് കാലാവസ്ഥയാവുമ്പോൾ ചിലപ്പോൾ നരച്ചു വരില്ല. നീ ഈസ്റ്റ് ഇട്ടില്ലെങ്കിലും നല്ലോണം നരക്കും. ഞാൻ കുറച്ച് ഈസ്റ്റ് എന്ന് വെച്ചാൽ 1/4 ടീസ്പൂൺ മാത്രമേ ഈസ്റ്റ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഞാൻ രാവിലെ കേട്ടോ ഉപ്പൊക്കെ ഇടാറ്. ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഗെയ്സ് നമ്മളെ മാവൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടോ. നമുക്ക് എല്ലാതും ഒന്ന് ചുട്ടെടുക്കാം. അതിന് ഞാനേ ഇഡ്ഡലിൻ്റെ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ഞാൻ ഇതിൽ ചുടാറേ അല്ല. ഇത് കുറച്ച് മല്ലല്ലേ എന്ന് എഴുതിയിട്ട് അലുമണിയിൽ ചുടല്. അപ്പോൾ ഇതിൽ ചുട്ടപ്പോൾ നല്ല എളുപ്പത്തിലായിട്ടോ. 16 ഇഡ്ഡലി ഒരൊറ്റ വിസിൽ വന്നേക്ക് തന്നെ ശരിയായി. അങ്ങനെ ഗെയ്സ് നമ്മൾ സ്റ്റീലിൻ്റെ തട്ടുകളൊക്കെ ഇതിക്കൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു ലേസം എണ്ണ അതിൻ്റെ ഉള്ളിൽ തടവി കൊടുക്കുക പെട്ടെന്ന് കിട്ടാൻ. അങ്ങനെ ഗെയ്സ് നമുക്കിതൊക്കെ ഒന്ന് ഒഴിച്ചെടുക്കാം കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം.
അങ്ങനെ നമ്മുടെ 4 തട്ടിലും ഇഡ്ഡലിൻ്റെ മാവ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുക്കറിൽ ലേശം വെള്ളം ഒഴിച്ചിട്ടേ പാകത്തിന് വെള്ളം, ഇഡ്ഡലിൻ്റെ തട്ട് മൂടാൻ പറ്റില്ല കേട്ടോ. ഇതിൻ്റെ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ വിസിൽ വന്നാൽ മതി. ഈ 16 ഇഡ്ഡലി ഒരൊറ്റ വിസിലിന് പോകും കേട്ടോ. എളുപ്പത്തിൽ വേവിച്ചാൻ പറ്റും. നിങ്ങളിങ്ങനത്തെ സ്റ്റാൻഡൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി കുക്കറിൽ രാവിലെ എന്ത് എളുപ്പമെന്ന് അറിയും. എത്ര ആളുണ്ടെങ്കിലും ചുട്ടാൽ എളുപ്പമാണ് കഴിയും നമ്മുടെ പണി. പിന്നെ ഈ ചട്ടിനിയോ ചമ്മന്തിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതി, സാമ്പാറും ഒക്കെ ഉണ്ടാക്കാം. ഇഡ്ഡലി ആകുമ്പോൾ നമുക്ക് എല്ലാം ഉണ്ടാക്കിയാലും ടേസ്റ്റാണ്. അപ്പോൾ ഞാനേ ഒരു തക്കാളി ചട്നി ഉണ്ടാക്കിട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. ഞാൻ എൻ്റെ രീതിയിലായിട്ട് ഉണ്ടാക്കിക്കണത്. ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതിനായിട്ട് ഞാനേ ഒരു സവാള, ചെറിയ സൈസ് തക്കാളി 3 കേട്ടോ, വലുതാണെങ്കിൽ 2 മതി. അതൊക്കെ ഇതിലേക്ക് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഇഞ്ചിൻ്റെ കഷ്ണം, 4 വെളുത്തുള്ളി. ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടേ ആദ്യം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അതൊക്കെ നന്നായി വാടി വരുമ്പോൾ പിന്നെ വറ്റൽമുളകാണ് ഇതിലേക്ക് വേണ്ടത്. ഞാൻ പതിയൊക്കെ ഒരു 3 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. നിങ്ങൾ എരിവിന് അനുസരിച്ച് ചേർത്തോളി. എരിവ് കുറവാണെങ്കിൽ 2 ചേർത്താൽ മതി. ഇവിടെ കുറച്ച് എരിവൊക്കെ വേണം, അതുകൊണ്ട് ഞാൻ 3 ചേർത്തു കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മുടെ വറ്റൽമുളകൊക്കെ ഇങ്ങനെ വാടി വരുമ്പോഴേ നമുക്ക് സവാള ചേർത്ത് കൊടുക്കുക. ഒരു സവാള ഇട്ടത് ഇതുകൊണ്ട് തന്നെ അത്യാവശ്യം ചട്നി ഉണ്ടാക്കാം. കുറച്ച് ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് അധികം ഉണ്ടാക്കണമെങ്കിൽ അധികം ചേർത്തോളൂ. ഇത് തന്നെ കുറേ ആൾക്കാർക്ക് കഴിക്കാനുള്ള ചട്നി ഉണ്ടാവും കേട്ടോ. ചമ്മന്തി, തക്കാളി ചമ്മന്തി എന്നും പറയും, തക്കാളി ചട്നി എന്ന് പറയും. ഞങ്ങളോട് ചമ്മന്തി എന്ന് അരച്ചില്ല. രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. തേങ്ങ ചിരകാനും ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ട. ഇതിലേക്ക് ഇത് മാത്രം മതി കഴിക്കാൻ. അങ്ങനെയൊക്കെ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കണ്ടേ സവാള നന്നായി ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇത് വാടിങ്ങാണ്ട് തണുത്തിട്ട് പിന്നെ ഒരു പണിയില്ല, പിന്നെ മിക്സിയിൽ നരച്ചാൽ. അപ്പോൾ അത് നമ്മളെ ഇഡ്ഡലിയൊക്കെ വിസിൽ വന്നിട്ടുണ്ട്. അതൊന്ന് തണുത്തിട്ട് വിസിലൊക്കെ പോയിട്ട് തുറന്ന് നോക്കിയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പം വെന്തില്ലെങ്കിലോ വിസിലൊക്കെ പോയിട്ടേ തുറന്ന് നോക്കിയാൽ മതി. ഒറ്റ വിസിൽ വന്നാൽ മതി. അങ്ങനെ ഗൈസ് നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വാടി വരട്ടോ. തക്കാളി വേണമെങ്കിൽ ഒന്ന് അടച്ചോളി, തീ കുറച്ചുങ്ങാണ്ട്. ഞാൻ ഇപ്പോൾ അടച്ചിട്ടൊന്നുമില്ല. എന്നങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണ്ട. അടച്ചു തീ കുറച്ചാലേ കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. അങ്ങനെ വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാടി വരട്ടെ. ലാസ്റ്റ് നമുക്ക് കുറച്ച് കാശ്മീരി മുളകും പൊടി നിങ്ങൾ വേണമെങ്കിൽ ചേർത്താൻ പറ്റും. ഒരു കൊഴുപ്പിനൊക്കെ നല്ലതാണ്, ടേസ്റ്റ് നല്ലതാണ്. എരിവ് കൂടില്ല. കുറച്ച് ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കട്ടെ നമുക്ക്. അങ്ങനെ ഇതൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട് കേട്ടോ. ലേശം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തിട്ട് ലാസ്റ്റാണ് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നല്ലോണം തണുത്തിട്ട് മിക്സിയിൽ അടിക്കട്ടെ, അല്ലെങ്കിൽ ഒക്കെ പുറത്തേക്ക് തെറിച്ച് പോകും. വേറൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് തണുക്കാൻ വെക്കണം. ചൂട് കൊടുക്കാൻ ഞങ്ങൾ അരച്ചാൽ അല്ല. ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാശ്മീരി ചില്ലിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വാടി വരട്ടെ. എന്നിട്ട് നമുക്കൊരു പാത്രത്തേക്ക് അങ്ങനെ കാശ്മീരി ചില്ലിയൊക്കെ അതിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായി ആക്കി കൊടുക്കട്ടോ. ഇനി നമുക്കിതേ ചെറിയ തീയിലൊന്നും കൂടെ കാശ്മീരി ചില്ലിയൊക്കെ ഒന്ന് അതിലും കൂടെ ജോയിൻ്റായി വന്നാൽ നമുക്കൊന്ന് പരത്തി വെക്കാം ചൂടാറാൻ വേറൊരു പാത്രത്തേക്ക്. അങ്ങനെ കേസ് നമ്മൾ ഇഡ്ഡലിയൊക്കെ നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. അല്ലേ, എളുപ്പത്തിൽ എടുക്കാൻ കിട്ടും കേട്ടോ. അടിയൊന്നും പിടിച്ചിട്ടില്ല. തുള്ളി വെളിച്ചെണ്ണേൻ്റെ ഉള്ളിലാക്കിയപ്പോഴേ അല്ലെങ്കിലും കിട്ടും. ഞാൻ വെളിച്ചെണ്ണ ആക്കിയപ്പോൾ എളുപ്പത്തിൽ കിട്ടുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു കയ്യിൽ ക്യാമറ പിടിച്ചിട്ടാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ എളുപ്പം കിട്ടും. ക്യാമറ പിടിക്കും വേണം, ഇത് എടുക്കും വേണം, ഫോട്ടോ എടുക്കും വേണം, ഒക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നത്. അങ്ങനെ കേസ് നമ്മൾ ഇഡ്ഡലിയൊക്കെ എളുപ്പത്തിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അല്ലേ, അടിപൊളി ഇഡ്ഡലിയാണ് ഇത്. മേൽഭാഗം ഇങ്ങനെ ചുടുമ്പോഴേ മേൽഭാഗം ഇങ്ങനെ പൊങ്ങിക്കൊണ്ടാക്കാം. എന്നാലും നല്ല വന്നിട്ടുണ്ടാവും. അടിഭാഗം നല്ല ഇഡ്ഡലിൻ്റെ അതേ ഷേപ്പിലിരിക്കുന്നുണ്ടാവും കേട്ടോ. നല്ലൊരു സോഫ്റ്റ് ആട്ടോ. അത് കാണുന്ന പാടില്ല, കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അല്ലേ, ആ ഭാഗം നല്ല ശരിക്ക് ഇഡ്ഡലി വന്നിട്ട് മേലെ ഇങ്ങനെ അപ്പത്തിൻ്റെ പോലെ നിൽക്കണം. അങ്ങനെ ഗെയ്സ് ഈ ഇഡ്ഡലിയൊക്കെ നേരായി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ 16 ഇഡ്ഡലിയും വന്നിട്ടുണ്ട്. നല്ല എളുപ്പത്തിൽ എടുക്കാൻ കിട്ടുന്നുണ്ട്. 2 കൈ കൊണ്ട് എടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ കിട്ടുള്ളൂ. ഞാനൊരു കയ്യിൽ ക്യാമറ വെച്ച് പിടിച്ചിട്ടുണ്ട്, ഒരു കൈ കൊണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് കിട്ടാത്തത്. അതിമൊന്ന് പിടിച്ചങ്ങാണ്ട് ഇങ്ങോട്ട് കൊട്ടിയാൽ വേഗം പോയിട്ടുണ്ടോ.
അങ്ങനെ നമ്മൾ ഇഡ്ഡലിയൊക്കെ റെഡിയായി. നിങ്ങൾ വീട്ടിൽ ഇഡ്ഡലിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി. ഇങ്ങനത്തെ സ്റ്റാൻഡൊക്കെ ഉണ്ടെങ്കിലേ, ഇതിപ്പോൾ ഞാൻ എടുക്കാതെ വെച്ചിരുന്ന സ്റ്റാൻഡ് കേട്ടോ. അപ്പോൾ ഇതിൽ ഉണ്ടാക്കി നോക്കുമ്പോൾ എളുപ്പത്തിലുണ്ടാവും ചെയ്തു, നല്ല സോഫ്റ്റുമാണ്. അങ്ങനെ ഗൈസ്, നിങ്ങൾ ഈ ഇഡ്ഡലിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞപ്പോൾ ഒന്നുകൂടിയും പറയണേ, നിങ്ങൾ മറക്കണേന് നമ്മളെ വീഡിയോ ഒന്ന് ഫോളോ ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഞങ്ങൾ സ്ട്രൈക്ക് ചെയ്തോളി, കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് അറിയിക്കും, ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊള്ളൂ. നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മൾ ഇട്ടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് നമുക്ക് തക്കാളി ചട്നി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ തക്കാളി ചട്നി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തണുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി ഇതൊക്കെ നല്ല പാത്രത്തിൽ നല്ലോണം പരത്തി വെച്ചപ്പോൾ തണുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയിലെ ചെറിയ ജാറിലൊക്കെ ഒന്ന് അരച്ചെടുക്കട്ടോ. നല്ലോണം നന്നായി അരച്ചെടുക്കൊണ്ടു, അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ്. വെണ്ണ പോലെ അരച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാനിത് കടുകറക്കണമൊന്നുമില്ല. ഇതിൽ അത്യാവശ്യം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചതാണല്ലേ. കടുക് വറുക്കണം ഇവിടെ ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കടുകറക്കണില്ല. നിങ്ങൾക്ക് കടുകറക്കണമെങ്കിൽ കടുകറുത്തോളിയും വേണ്ടോല്, ഉഴുന്ന് പരിപ്പ് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കടുകറക്കാം. ഇവിടെ ആ ടേസ്റ്റൊന്നും ആർക്കും ഇഷ്ടമല്ല. ഇങ്ങനെ ആയപ്പോൾ തന്നെ നല്ലൊരു രസമാട്ടോ. നമുക്കിന്ന് അതൊക്കെ മിക്സിയുടെ ജാർക്ക് ഇട്ട് കൊടുത്തിട്ടേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായി അരച്ചെടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് ഞാൻ അരച്ചെടുക്കാൻ. അടിപൊളി ടേസ്റ്റാട്ടോ. അങ്ങനെ കൂട്ടുകാരെ, നമ്മൾ തക്കാളിൻ്റെ ഗ്രേവിയൊക്കെ ഇട്ട് കൊടുത്തു. ഇവിടെ എന്ത് കാട്ടുകാരെ, നമ്മളപ്പോൾ ആ വറുത്ത ചട്ടിയില്ല, അതിൽ തുള്ളി വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇതിൻ്റെ അരവക്കണം മസാലയൊക്കെ എടുത്തിട്ട് ആ വെള്ളം ഇതിൽ ഒഴിച്ചാൽ മതി കേട്ടോ. അതിൻ്റെ എല്ലാ മസാലയും വെള്ളത്തിലുണ്ടാവും. വെള്ളം അധികം ഒഴിക്കാതെ കുറച്ച് ഒഴിച്ചാൽ മതി. നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കട്ടോ. നന്നായി അരച്ചെടുത്ത് അടിപൊളി ടേസ്റ്റൊക്കെ. നിങ്ങളിങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ഞാൻ രാവിലെ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ ഇട്ടോ. ചട്നി ഇഡ്ഡലി ദോശയ്ക്കൊക്കെ പറ്റും. ഞങ്ങൾ ചോറുടെ കൂടി മണി കഴിച്ചോളി. ചട്നി നല്ല രസമാണ്. നല്ല ചമ്മന്തി അടിപൊളിയായിട്ടുണ്ട്. കാണാനും നല്ലതാണ്, കഴിക്കാനും നല്ലതാണ്. അങ്ങനെ ഗൈസ്, നമ്മുടെ ചട്നിയും ഇഡ്ഡലിയൊക്കെ റെഡിയായി. നല്ലൊരു ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ് ചെയ്യാൻ മറക്കരുത്. ഇതേവരെ സബ് ചെയ്യാത്തവരാണെങ്കിൽ താങ്ക് യു ഫോർ വാച്ച്.